മൈക്ക് ന്യൂസ് അവതരിപ്പിക്കുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥികളാണ്. നാടിന്റെ വികസനം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിലാണ്. നാടിന്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും പുതിയതും പഴയതുമായ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മളോടൊപ്പം 14-ാം വാർഡ് UDF സ്ഥാനാർത്ഥി MP മനോജ്. നമസ്കാരം, മാംഗോ മൈക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്ഥാനാർത്ഥിയാണ്. വാർഡിന്റെ വികസനത്തിന് അഹോരാത്രം പണിയെടുക്കുമെന്ന് ഈ വാർഡിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. പറയുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 14-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി MP മനോജാണ്. കേൾക്കാം നമുക്ക് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളും വാക്കുകളും. നമസ്കാരം. 14-ാം വാർഡിൽ മത്സരിക്കുകയാണെന്നുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്? വാർഡിനെ കുറിച്ചും വികസനത്തെക്കുറിച്ചൊക്കെ പങ്കുവെക്കാൻ എന്താ ഉള്ളത്? ഏറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ പ്രസ്ഥാനം എനിക്കിങ്ങനെ അവസരം തന്നതിൽ, പ്രസ്ഥാനം എന്നതിലുപരി ജനങ്ങൾ തന്നെ പ്രസ്ഥാനത്തോട് ആവശ്യപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത്. കാരണം ഒരുപാട് മത്സരാർത്ഥികളുണ്ട്, അതിലേറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഒരു പരിഗണനയൊക്കെ ജനങ്ങൾ നൽകുമല്ലോ, ആ ഒരു പ്രോഗ്രസ് വെച്ചിട്ടാണ് പാർട്ടി എനിക്ക് അവസരം നൽകിയിട്ടുള്ളത്. പുതിയ സ്ഥാനാർത്ഥിയാണ്, ചെറുപ്പക്കാരനുമാണ്. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മുടെ വാർഡിൽ കൊണ്ടുവരാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ വാർഡിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇപ്പോൾ ഈ വാർഡിൽ മൊത്തം സ്ഥാനാർത്ഥിമാരായിട്ട് 4 പേരാണുള്ളത്. ആ 4 പേരിൽ 2 പേർ മാത്രമാണ് ഈ വാർഡിലുള്ള ആൾ. അതിൽ ഒരാൾ ഞാനാണ്. ഈ വാർഡ് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വാർഡിൻ്റെ എല്ലാ മേഖലയുമായിട്ടും എല്ലാ പ്രദേശവുമായിട്ടും എനിക്ക് വൈകാരിക വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലെയും ആളുകളെ, അവരെ വീട്ടിലെ ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അതും ഒരു നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വാർഡിൻ്റെ പല മേഖലയായി തിരിച്ചു കിടക്കുന്ന വാർഡുകളാണ്. അതായത് ഒറ്റ സർക്കിളായി കിടക്കുന്ന വാർഡല്ല, ഓരോ മേഖലയുള്ള വാർഡാണ്. അപ്പോൾ അതത് മേഖലയിൽ ഇപ്പോൾ കുടിവെള്ള പ്രശ്നമാണെങ്കിൽ അത്, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നമാണെങ്കിൽ അത്, അല്ലെങ്കിൽ അവരുടെ മറ്റ് ക്ഷേമ പ്രശ്നങ്ങളാണെങ്കിൽ അത്, അതിലെല്ലാം വളരെ ഗാഢമായിട്ട് ഇടപഴകിയ പരിചയമുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. അതും ഒരു എൻ്റെ ജയസാധ്യതയ്ക്ക് ഒരു ഗുണമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വാർഡിൻ്റെ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ്? ഈ വാർഡ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിൽ 14-ാം വാർഡാണ്. പെരിന്തൽമണ്ണ പഞ്ചായത്തായിരിക്കുന്ന കാലത്തും നഗരസഭയായിട്ടും ഒരു തവണ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും LDF എന്ന് പറയുന്ന CPIM മാത്രം ഭരിച്ച ഒരു വാർഡാണ്. പെരിന്തൽമണ്ണ നഗരസഭ ഭരിച്ച അതേ പാർട്ടി ഭരിച്ചിട്ടും, അപ്പം ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, അതിനനുസരിച്ചുള്ള വികസനമൊന്നും ഈ മേഖലയിൽ എത്തിക്കാൻ ഇവിടുന്ന് മുൻപേ പോയ കൗൺസിലർമാർ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വിഷമത്തോടെ പറയേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം, പെരിന്തൽമണ്ണ നഗരസഭ പഞ്ചായത്തായിരുന്നു, അതിനുശേഷം മുനിസിപ്പാലിറ്റിയായി. ഒരുപാട് വികസനങ്ങളൊക്കെ ഒരു മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഒരു ഹൈടെക് സിറ്റിയായി എന്ന് പറയുന്ന രീതിയിലുള്ള വികസനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ വാർഡ് എന്ന നിലയ്ക്ക് ഒരു, നമ്മൾ തമാശയ്ക്ക് പറയില്ല, ഒരു പൂത്തിരി കത്തിയാൽ ഒരു തരിയെങ്കിലും അപ്പുറത്ത് വീണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തരി പോലും വീണിട്ടില്ല. ഇപ്പോൾ 25 വർഷം നഗരസഭ രൂപീകൃതമായിട്ട് 25 വർഷം കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ഒരുപാട് വൻകിട പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുനിസിപ്പാലിറ്റി ചെയ്യുമ്പോൾ അതിലൊരു പദ്ധതി പോലും നമ്മുടെ 14-ാം വാർഡിൽ കിട്ടിയിട്ടില്ല. അത് വളരെ വിഷമത്തോടെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ ഈ വാർഡ് ഉണ്ടായ അന്ന് മുതൽക്ക് കൂടുതൽ കാലവും ഭരിച്ചത് CPIM ആണ്. നഗരസഭ ഭരിക്കുന്നവർ തന്നെ ഇവിടെ ഭരിച്ചിട്ടും അതിന് വേണ്ട നഗരസഭയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ടൗണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശമായിട്ട് പോലും അത്തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു വികസന പാക്കേജൊന്നും ഈ പ്രദേശം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിലായിട്ട് കഴിഞ്ഞു പോയ കൗൺസിലർമാർ, ഒരു കൗൺസിലർ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമോ, അതായത് തൻ്റെ മുന്നിൽ വരുന്ന പ്രൊജക്റ്റുകളിൽ ഒപ്പിടുക എന്ന പദ്ധതിക്ക് അപ്പുറത്തേക്ക് ഒരു കൗൺസിലർക്ക് അവരുടേതായ ഭാവനയിൽ, അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വാർഡ് സഭകൾ അല്ലെങ്കിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്ന പ്രാദേശിക ഇലക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ സ്ഥാനമുള്ളൂ. ഇത് കഴിഞ്ഞാൽ അവിടെ വികസന പദ്ധതി നടപ്പിലാക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിനനുസരിച്ചുള്ള വികസനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. മനോജ് എന്ന സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഈ വാർഡിലേക്ക് കൊണ്ടുവരാനായിട്ട് മനസ്സിലുള്ള പ്ലാൻ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള പ്രദേശമാണെന്ന്. ഈ സ്ത്രീകളെ വോട്ടർമാരെ, ആളുകളായ സ്ത്രീകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ ഉണ്ട്, അവരുടെ യൂണിറ്റ്, അവരുടെ നേതൃത്വത്തിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉപയോഗിച്ചോ അവരുടേതായ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക. അതുവഴി അവർക്ക് ഈ കറിപ്പൗഡർ നിർമ്മാണം, അതുപോലെ അച്ചാർ നിർമ്മാണം പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരു സ്വയം തൊഴിലാവും കിട്ടും. അതേപോലെ തന്നെ പിന്നെ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ യുവാക്കളാണ്. ആ യുവാക്കളുടെ ക്ഷേമത്തിനായിട്ട് ഒരു നല്ല ഗ്രൗണ്ട് ഈ പ്രദേശത്തില്ല. അവർ ഗ്രൗണ്ടിന് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കും. ഒരു കൗൺസിലർ വിചാരിച്ച ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതോടൊപ്പം ഈ കൗൺസിലർ ലെവലിൽ കൗൺസിലറായി കഴിയുകയാണെങ്കിൽ കൗൺസിൽ ഫണ്ട് ഉപയോഗിച്ചും
യുവജനക്ഷേമ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചും കായികക്ഷേമ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചും മറ്റ് നെഹ്റു യുവകേന്ദ്ര സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഒരു ഗ്രൗണ്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വായനശാലയുണ്ട്. ആ വായനശാലയുടെ പ്രസിഡൻ്റാണ് ഞാൻ. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു വായനശാലയാണ്. ഒരു പ്രദേശത്ത് യാതൊരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്നൊരു വായനശാലയാണ്. പക്ഷേ സ്ഥലപരിമിതി എന്നതിൻ്റെ ഒരു വിഷയമാണ്. ആ സ്ഥലപരിമിതിക്ക് ഒരു പരിഹാരം നിലയ്ക്ക് അതൊരു ക്ലബ്ബായി നിലനിർത്തിക്കൊണ്ട് വേറൊരു സ്ഥലം അക്വയർ ചെയ്തെടുത്ത് അവിടെ നമ്മൾ സാംസ്കാരിക കേന്ദ്രം പണിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരുപാട് കലാകാരന്മാരുടെ പ്രദേശമാണ്. അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി സർഗാത്മകമായ വികസനം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ വർക്ക്ഷോപ്പുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യുവാക്കൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വയോജനങ്ങൾ കുട്ടികളൊക്കെ ഉള്ള പ്രദേശമാണ്. ഇവിടെ ഹെൽത്ത് സെൻ്റർ ഇല്ല. ഇവിടെ അടുത്തൊരു ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് 13-ാം വാർഡിലാണ് കിടക്കുന്നത്. അവിടെ ഒരു ഉയർന്ന കുന്നിൻ പ്രദേശത്തായത് കാരണം എല്ലാവർക്കും അവിടെ ചെല്ലാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അത് ചികിത്സിക്കുന്നതിന് വേണ്ടി ഈ ജനവാസ മേഖലയിൽ ഒരു ഹെൽത്ത് സെൻ്റർ അതെൻ്റെ മനസ്സിലുള്ള ആശയമാണ്. അതേപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംബന്ധമായ ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജന സംവിധാനമില്ല. അപ്പോൾ സമയബന്ധിതമായി അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരൊറ്റ പാക്കേജ് അല്ലാതെ ഇപ്പോൾ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടെ തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് പ്രത്യേക ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളില്ല. അപ്പോൾ അത്തരത്തിൽ ഈ പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ പഠിച്ച് PSCയിൽ ജോലി കിട്ടിയ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ ഗവൺമെൻറ് സർവീസ് റിട്ടയർഡ് ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്ന ഉദ്ദേശമുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഇവിടുന്ന് ഒരു കൗൺസിലർ ആവുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വാർഡ് സഭകൾ നടക്കുന്നുണ്ട്. ഈ വാർഡ് സഭകൾക്ക് പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വാർഡ് ഓരോ പ്രദേശങ്ങളാണ് ഈ വാർഡ് നടക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ഓരോ മാസവും ഗ്രാമസഭകൾ സംഘടിപ്പിക്കും. ആ ഗ്രാമസഭകളിലൂടെ ആ പ്രദേശത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ യാതൊരു കക്ഷി രാഷ്ട്രീയവും കൂടാതെ ഞാനിപ്പോൾ മത്സരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിലും അത് മത്സരിക്കാനുള്ള പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നാടിൻ്റെ കൗൺസിലറാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അവിടെ എനിക്ക് യാതൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. അവിടെ നിന്നുകൊണ്ട് ഇത്തരം ഗ്രാമസഭകൾ സംഘടിപ്പിക്കുകയും ആ ഗ്രാമസഭകളിൽ അതത് പ്രദേശ സീനിയർ സിറ്റിസണായ ആളുകളെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ എല്ലാ പൾസും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ഞാൻ ഒരു തവണ പറയാണ്, ഞാൻ നിൽക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും എന്നെ ജയിപ്പിച്ച് ഞാൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പിന്നെ എനിക്ക് രാഷ്ട്രീയമായ പ്ലാറ്റ്ഫോം ഉണ്ടാവുകയില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നഗരസഭ കൗൺസിലുകളിലേക്ക് പോകുന്ന ഒരു പ്രതിനിധി മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഞാനും സുപരിചിതനാണ് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ നാളിതുവരെ ഈ വാർഡിലെ സകല വിഷയങ്ങളിലും ഇടപെട്ടതും സംസാരിച്ചതും ഞാനൊരു കൗൺസിലറായിട്ടല്ല, നിങ്ങളുടെ ഒരാളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ ജയിപ്പിച്ച് ഒരു കൗൺസിലറാക്കുകയാണെങ്കിൽ എൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ഞാൻ നിങ്ങളോട് സംവദിച്ചു. നമുക്കറിയാം, കുടിവെള്ള പ്രശ്നം, വീട്, അതുപോലെ തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു ആരോഗ്യ കേന്ദ്രം, ഒരു ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരാളായി, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്ലാറ്റ്ഫോം നോക്കാതെ നിങ്ങളുടെ ഒരാളായി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.